UDF അധികാരത്തിൽ വരുമ്പോൾ UDF എപ്പോഴും മുതലാളിമാർക്കൊപ്പമാണ് എന്നൊരു പ്രതീതി പണ്ടുണ്ടായിരുന്നു. അത് കുറ്റകരമൊന്നുമല്ല. മുന്നേ പോയ സർക്കാരുകളുടെ ഭാഗത്ത് പാളിച്ചകൾ ഉണ്ടായിരുന്നു. വരാൻ പോകുന്നൊരു സർക്കാർ അത് UDF-ൻ്റെതാണെങ്കിൽ അത് ആർക്കൊപ്പമായിരിക്കും? അല്ല, ഒന്ന് ഈ മുതലാളിമാർക്കൊപ്പമാണ് UDF എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, LDF മുതലാളിമാരാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. CPM പിണറായി വിജയൻ എ ക്ലാസ് മുതലാളിയല്ലേ? പിണറായി വിജയൻ്റെ മകളുടെ സ്വത്ത് എത്രയാണെന്ന് അങ്ങേക്കറിയാമോ? അവർ നടത്തുന്ന വർക്കുകൾ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ PR എക്സസൈസും വീണ വിജയൻ വഴിയല്ലേ പോകുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട IT ബിസിനസ്സുകളെല്ലാം വീണ വിജയനെ കാണാതെ നടക്കുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഞാൻ എല്ലാ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്. അതങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ LDF ഗവൺമെൻറ് മാറി UDF ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾ ആറൊപ്പമാണ് ചോദിച്ചാൽ ഞങ്ങൾ സാധാരണക്കാർക്കൊപ്പമാണ്. അതേസമയം മുതലാളിമാരെ, ബിസിനസ്സുകാരെ മാറ്റി നിർത്തുമെന്നൊന്നും ഞാൻ പറയില്ല. ബിസിനസ്സുകാരെ മാറ്റി നിർത്തണം എന്നത് ബൂർഷകളാണ് അവർ എന്ന് പറയുന്നത് തന്നെ ബൂർഷ ചിന്താഗതിയാണ്. അങ്ങനെയാണ് ഈ നാടിനെ ഈ പരുവാക്കി വെച്ചത്. ബിസിനസ്സുകാരും വേണമെന്നേ, ബിസിനസ്സുകാരും വേണം, ജോലി ചെയ്യുന്നവരും വേണം, തൊഴിലെടുക്കുന്നവരും വേണം.